പൊങ്കാല നടക്കുകയാണ്. ഇന്ന് പൊങ്കാല അടുപ്പിൽ തീ പകർന്നു കഴിഞ്ഞു. ഇവിടെ ഒരുപാട് ഭക്തർ തങ്ങളുടെ പ്രാർത്ഥനകൾ ദേവിക്ക് അർപ്പിച്ച് പൊങ്കാല തിളയ്ക്കാനായി കാത്തു നിൽക്കുകയാണ്. ഇവർക്കിടയിൽ നിന്ന് ഒരല്പം തെരഞ്ഞെടുപ്പിന്റെ വിശേഷവും പിന്നെ അവരുടെ വിശേഷവും നമുക്കറിയാം. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളിലേക്ക്. ഇത് സുമി ലക്ഷ്മി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇത് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള, എൻ്റെ ഏറ്റവും അടുത്ത, എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾ തമ്മിൽ ഒരുപാടൊന്നും സംസാരിക്കാറില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ്. ഇപ്പോൾ ഇന്ന് അമ്പലനടയിൽ വെച്ച് കണ്ടിരിക്കുകയാണ്. സുമി, കരിക്കത്ത് അമ്മയെ പറ്റി എന്താണ് പറയാനുള്ളത്? അമ്മയെ പറയാന്ന് വെച്ചാൽ ദുരിതത്തിലും കഷ്ടത്തിലും കിടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഈ ഒരു അവസ്ഥയിൽ എന്ന് വെച്ചാൽ സമ്പൂർണ്ണമായിട്ടും നമുക്ക് സക്സസ്സിലെത്തി നിൽക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷവും പ്രാർത്ഥിച്ച് പോയതിന് മേലിൽ ഭയങ്കര സക്സസ്സിലെത്തി നിൽക്കുകയാണ്. അത്രയ്ക്കും വിശ്വാസം, അതിനി അതിനപ്പുറത്തൊന്നും പറയാനില്ല. അത്രമാത്രം വിശ്വാസം. അതുകൊണ്ടാണല്ലോ വെയിലത്ത് രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിവിടെ എത്തണമെങ്കിൽ അതിന് ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ. ഇതിന് കൂടെ എന്ത് പറയാം, അതാണ് വിശ്വാസം. ഇന്ന് എന്താ പായസം മാത്രമല്ലേ ഉണ്ട്? പായസം മാത്രം, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പായസം തിളച്ചോ? പായസം കഴിഞ്ഞു. ഇനി എത്ര നേരം ഇവിടെ ഇരിക്കണം? എപ്പോഴാണ് ഇത് കഴിയുന്നതൊരു വീട്ടിൽ നേദിക്കുന്ന? എപ്പോഴും 15-ന് 2:15 അത് കഴിയുമ്പോഴത്തേക്കും. അമ്മയോട് ഈ വർഷത്തെ പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന ഈ വർഷം എല്ലാത്തിനും നന്ദിയാണ്. എല്ലാം സാക്ഷാത്കരിച്ചതിനുള്ള നന്ദിയാണ് ഈ വർഷം. എൻ്റെ മോക്ക് പരീക്ഷ എളുപ്പമാണെന്ന് പറഞ്ഞ് ചേച്ചിക്കറിയുള്ള വീട് വിൽക്കായിട്ടിരുന്ന് അത് ആയി. ഈ മാസം അതിന്ന് ഇടപാടാണ്. കട വയ്ക്കാൻ തുടങ്ങുന്ന ഈ മാസം കട വയ്ക്കാനുള്ള സ്റ്റാർട്ടിംഗ് ആണ്. എല്ലാം സക്സസ് ആണ് ഈ വർഷം. നന്ദിയാണ് ഈ വർഷം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, പക്ഷെ അത് കിട്ടിയാൽ നന്ദി പറയാറില്ല. അതാണ് എൻ്റെ സുമി. അവിടെയാണ് എൻ്റെ സുമി വ്യത്യസ്തയാവുന്നത്. നന്ദി പറയുക, അമ്മയോട് നന്ദി പറയുക. ആ നന്ദി പറയുമ്പോൾ അമ്മ നമ്മുടെ കൂടെ കൂടുതൽ ചേർന്ന് നിൽക്കും. താങ്ക് യു. കരിക്കത്ത് അമ്പലത്തിൻ്റെ മുന്നിലാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കൗൺസിലറാണ് അദ്ദേഹം. എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നിയ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ക്ഷേത്ര ആചാരങ്ങളെ ലംഘിക്കുന്നത്, കയ്യിൽ തീർത്ഥം വാങ്ങിക്കുമ്പോൾ താഴെ കളയുന്നത്, ചന്ദനക്കുറി മാച്ച് കളയുന്നത്, അങ്ങനെ കുറേ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ആൾക്കാരെയൊക്കെ ഇന്ന് രാവിലെ ഈ അമ്പലനടയിൽ കണ്ടു. ഈ മഴയത്ത് പെട്ടെന്ന് മുളയ്ക്കുന്ന ഒരു തകര പോലെ പെട്ടെന്ന് ചന്ദനക്കുറിയിട്ട് വരുന്ന ചില ആൾക്കാർ. ഞാൻ ചന്ദനക്കുറിയിട്ട് വരുന്നവരെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഈ ചേട്ടൻ തിരുത്തി. അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നത്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചന്ദനക്കുറിയിട്ട് വരുന്ന ചില ആൾക്കാർ, അതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പ്രതികരിക്കാനുള്ളത്? നമ്മുടെ ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് സ്ഥിരം ചന്ദനക്കുറി ഇട്ടു, അതായത് അമ്പലത്തിൽ പോയി ദർശനം നടത്തി സ്ഥിരം ചന്ദനക്കുറി ഇടുക എന്നതാണ് നമ്മുടെ സംസ്കാരം. അതിലപ്പുറം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികം എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. അത്തരക്കാരെ വിശ്വസിക്കാമോ? അത്തരത്തിലുള്ള വിശ്വാസം ഞാൻ പറഞ്ഞില്ല. അതിനെല്ലാം ദൈവമാണ് മറുപടി കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു മുമ്പുള്ള ഏതോ ഒരു അവസരത്തിൽ ഈ അമ്പലനടയിൽ തന്നെ ധിക്കാരം കാണിച്ചവരാണ് ഇന്ന് ഈ അമ്പലനടയിൽ വോട്ട് ചോദിച്ചു വരുന്നത്. അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ ഉള്ളത്, അത് രാഷ്ട്രീയമല്ലേ. ഞാൻ അതാണ് തുടക്കത്തിൽ ചോദിച്ചത്. ഞാൻ ചിലത് കൈവിട്ട് ചോദിക്കും, പറയാമോ? രാഷ്ട്രീയമല്ലേ, അത്രേ ഉള്ളൂ മറുപടി. രാഷ്ട്രീയമല്ലേ, അത്രേ ഉള്ളൂ മറുപടി. എന്താണ് ഇപ്പോൾ ഇത്തവണ BJPയുടെ ഒരു ശുഭപ്രതീക്ഷ ഈ മണ്ഡലത്തിൽ? നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് NDA വലിയ മുന്നേറ്റം നടത്തും. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിലും അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ 4 നിയോജക മണ്ഡലങ്ങളിലും. കാരണം തിരുവനന്തപുരം നഗരസഭ ജനങ്ങൾ BJPക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും നൽകി. അതിൻ്റെ ഭരണത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 മാസമായ ഒരു ഭരണസമിതി തിരുവനന്തപുരത്ത് നല്ലൊരു ഭരണമാണ് ശ്രീ VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ ഭരണവും അതോടൊപ്പം അതാണ് ഐഡിയ എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിനും BJPക്കും നമ്മുടെ അനന്തപുരിയുടെ ജനങ്ങൾ വോട്ട് ചെയ്യും. ഷറഫുദ്ദീനാണിത്. ഷറഫുദ്ദീൻ മൈക്ക് എന്ന് പറഞ്ഞൊരു വീക്ക്നെസ് ആണ്. മൈക്ക് കൊണ്ടുകൊണ്ട് ചേച്ചി ആവെന്ന് പറഞ്ഞു. ഞാൻ ഹിന്ദി നെയ് മാലും ഇല്ല, മലയാളത്തിൽ പറയുന്നത്. ഷറഫുദ്ദീൻ മലയാളം എങ്ങനെ പഠിച്ചു? എവിടെ സ്കൂളിൽ പഠിച്ച? ഇവിടെ സ്കൂളിൽ പഠിച്ചതാ. പിന്നെ നീ എന്താ ചേച്ചി പറഞ്ഞിട്ട് ഹിന്ദി പറഞ്ഞു എന്നോട്? അല്ല, ഫസ്റ്റ് ഹിന്ദി ചോദിച്ചാ? അല്ലല്ല, കച്ചവടം നടക്കാൻ ഹിന്ദി പറയണമെന്നുണ്ടോ? കച്ചവടം നടക്കാൻ ഹിന്ദി പറഞ്ഞു. ആണോ? അപ്പൊ മലയാളികൾ ഇവിടെ ഹിന്ദിയിൽ കച്ചവടം നടത്തുന്നു? അല്ലല്ല, മലയാളം പറഞ്ഞു. നീ മലയാളമാണോ ഹിന്ദിയാണോ? ഹിന്ദിക്കാരുണ്ട്, മലയാളം അറിയാം. അല്ലല്ല, ഇത് വേറെ ആളൊക്കെ പറഞ്ഞെങ്കിൽ ചുമ്മാ പറഞ്ഞാൽ മതി. ഹിന്ദിക്കാരാ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ ഞാൻ നിന്നെ കുഴപ്പത്തിൽ ചാടിക്കില്ലെന്ന് തോന്നി എന്നെ കണ്ടപ്പോ. അല്ലല്ല, ചുമ്മാ എങ്ങനെ പറഞ്ഞാൽ മതി. എന്തൊക്കെയാണ് പരിപാടി? ഇത് 100 രൂപ ഉണ്ട്. ഇപ്പൊ ജാസ്തി ഇവിടെ കച്ചവടം ഇല്ല, ഭയങ്കര വെയിലുണ്ട്. ഈ ഭയങ്കര വെയിലിൽ എങ്ങനെ ഇങ്ങനെ കച്ചവടം ചെയ്യാൻ
ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? നമുക്ക് ഏതുവരെ പഠിച്ചു? 10 സ്കൂളിൽ പഠിച്ച ഇവിടുന്ന്. 10 വരെ പഠിച്ചു. ഓ. ഏത് സ്കൂളിലാണ് പഠിച്ചത്? മറ്റേ ഇവിടെ വലിയ തുറസ് സ്കൂളുണ്ടല്ലോ. ഈ വലിയ തുറ പഠിച്ചവനാ? നീ അപ്പൊ എത്ര വയസ്സായപ്പോ ഇവിടെ വന്നു? ഇവിടെ വയസ്സുണ്ട്, 2 വയസ്സുണ്ട് ഇവിടെ വന്ന്. അപ്പോ നിന്റെ, അച്ഛനും അമ്മയൊക്കെ ഇല്ല ഇവിടെ തന്നെ. എല്ലാവരും ഇവിടെ ഉണ്ട്. ഷറഫുദ്ദീൻ, കേരളം എങ്ങനെയുണ്ട്? കേരള വളം. എന്താ പറഞ്ഞത് മനസ്സിലായി? അവിടെ പറഞ്ഞ ഫാമിലി ബിസിനസ് ഉണ്ട്. ഇത് ഫാമിലി ബിസിനസ് ഉണ്ട്. എങ്ങനെ ബിസിനസ്? നിങ്ങൾ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തോ? നമ്മള് ബിസിനസ് ചണ്ടക്കാരാണ്. ഇതാമാരെ ചണ്ട ഇരിക്കണല്ലോ. നമ്മള് ബിസിനസ് അത് തന്നെ. പക്ഷേ ഇപ്പൊ ചണ്ട ജാസ്തി ആടുണ്ട്, കച്ചവടം ആകുന്നില്ല. അത് ഞങ്ങൾ ബാഗ് കൊണ്ടുവന്ന്. ഇപ്പൊ ബാഗ് പക്ഷേ ജാസ്തി കച്ചവടം ഇല്ല ഉണ്ട്. ഇപ്പൊ ജാസ്തി ആടുണ്ട്. ഇപ്പൊ ഭയങ്കര വെയിലുണ്ട്. ഇപ്പൊ കച്ചവടം ഇല്ല. 3-4 ബാഗ് ഇപ്പൊ വിട്ടിട്ടുണ്ട്. അപ്പൊ ഷറഫുദ്ദീന്റെ അടുത്ത പരിപാടി എന്താ? അതാ അടുത്ത ആള് വന്നു. അടുത്ത പരിപാടി തന്നെ നിങ്ങളുടെ സംഘമാണ്. ഓ, ഈ ഉത്സവം കഴിഞ്ഞിട്ട് വേറെ ഉത്സവം നോക്കാം. ഉത്സവത്തിലൂടെ പച്ച പിടിക്കുവോ? എത്ര രൂപ കിട്ടും ഒരു ഉത്സവം കഴിയുമ്പോ? ഒരു ഉത്സവം കഴിഞ്ഞ ഒരു 1000 രൂപ, 2000, 3000 കിട്ടും. അത് വെച്ച് നീ എങ്ങനെ ജീവിക്കും? അത് നോക്കാം. ഇല്ല, വേറെ ഉത്സവത്തിൽ പോ ജാസ്തി കിട്ടും. പോലെ മറ്റേ 5000 രൂപ, 6000, 7000 കിട്ടും ഇങ്ങനെ. കൂടെ നിൽക്കുന്ന ആള് അവനെ ശരിക്കും കളിയാക്കുന്നുണ്ട്. പക്ഷെ അവൻ അതിനൊന്നും ഒരു കൂസലില്ല. നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നതും ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. എന്ത് ചെയ്താലും ചെറിയ കാര്യങ്ങളായാലും അത് ചെയ്ത് ജീവിക്കണം എന്നുള്ളത്. എന്താ പറയുള്ളത്? അവിടെ 3 ഡേയ്സ് ചോറടിച്ചല്ലോ, പൊങ്കാല ചോറടിച്ചത്. അല്ല കുട്ടാ, അല്ല അങ്ങനെയൊന്നുമല്ല. അത് അവനെ കളിയാക്കിയതാണ്. അവൻ പൊങ്കാലച്ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നതാണ് പറയുന്നത്. എന്തൊക്കെയായാലും എനിക്ക് പിള്ളേരെ ഇഷ്ടപ്പെട്ടു. അവൻ നല്ലതായിട്ട് കച്ചവടം ചെയ്യാം കേട്ടോ. അടുത്ത ഉത്സവത്തിന് പോയിട്ട് അടിച്ചു പൊളിക്കാം. പൊങ്കാല തിളച്ച് എല്ലാവരും പൊങ്കാല അടുപ്പിൽ വെച്ച് അടുത്ത ഉച്ചയൂണ് കഴിക്കാനുള്ള ഒരു തുടക്കത്തിലാണ്. എൻ്റെ അടുത്ത് സുധയുണ്ട്. സുധയെടുത്ത് നമുക്ക് ചോദിക്കാം പൊങ്കാലയുടെ വിശേഷങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ ചൂടുകാലത്ത് പൊങ്കാല ഇടുന്നത് ദേവിയോടുള്ള ആ ഒരു അദമ്യമായ ഭക്തി കൊണ്ട് തന്നെയാണ്. സുധ പറഞ്ഞോ, എന്താണ് എക്സ്പീരിയൻസ് ഇന്ന്? ഭയങ്കര ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഈ വർഷം എല്ലാ വർഷവും ഏപ്രിലിലാണ് സാധാരണ ഇവിടുത്തെ പൊങ്കാല വരുന്നത്. ഏപ്രിലിലേ നല്ല ചൂട്. ഈ വർഷം മാർച്ചിൽ വന്നിട്ടും അതിലും അപ്പുറം ചൂടാണ്. എന്നാലും ഈ ചൂടത്തും കാറ്റടിച്ച് തന്ന് ഞങ്ങൾക്ക് പുകയൊന്നും ഇല്ലാതെ ചെറുതായിട്ടൊക്കെ പുകയടിച്ചുള്ളൂ. എല്ലാം അമ്മയുടെ ഒരു അനുഗ്രഹം കാരണം പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും പൊങ്കാലകളെല്ലാം റെഡിയായി. അമ്മയുടെ അനുഗ്രഹം തന്നെയാണ്. ഞാൻ പതിവായിട്ട് ഇവിടെ പൊങ്കാല ഇടുന്ന ആളാണ്. തൊഴാൻ വരാറുണ്ടോ? ഞാനും അല്ലാതെ വരാറുണ്ട്. ചൊവ്വ വെള്ളി ദിവസം അങ്ങനെയില്ല. എപ്പോഴാണ് അമ്മയുടെ ഒരു അനുഗ്രഹം ഉണ്ടാകുക ആ സമയത്ത് വന്ന് ഭാഗ്യം കിട്ടുമ്പോൾ വന്ന് തൊഴാറുണ്ട്. എന്താണ് അമ്മയെ പറ്റി, അമ്മ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി? അമ്മ ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. എനിക്ക് ഡിസ്കിന് തേയ്മാനം വന്നിട്ട് എനിക്ക് കാല് മരവിച്ച് കാല് കുത്താൻ വയ്യാത്ത ഒരവസ്ഥ, ഞാൻ ഒരു വല്ലാത്തൊരു രോഗാവസ്ഥയിലുണ്ടായിരുന്നു. അന്ന് ഞാനിവിടെ വന്ന് അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ തടി കൊണ്ടുള്ള കാല് നടക്കി വയ്ക്കുന്ന ഒരു നേർച്ചയുണ്ട്. ഇതറിയുന്ന ഭക്തരെല്ലാവരും കാലിൻ്റെ മുട്ടുവേദന, നടുവേദന ഉള്ളവരെല്ലാം ഇത് ചെയ്യട്ടെ. ഞാനത് അമ്മയോട് പ്രാർത്ഥിച്ചു. എനിക്കൊരു നിവൃത്തിയില്ല. ഞാൻ ട്രീറ്റ്മെൻറ്റും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ കുറവൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ തൊഴാൻ വേണ്ടി വന്ന രോഗം പറയാനൊന്നുമല്ല വന്നത്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വഴി കാണിച്ചു തന്നു. ഞാനത് നടക്കി വെച്ചു. അങ്ങനെ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് നല്ല ഫലം ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഇന്ന് ഞാനിവിടെ വന്ന് സന്തോഷമായിട്ട് പൊങ്കാലയിട്ടിരിക്കുകയാണ്. മക്കൾ 2 മക്കളാണുള്ളത്. മക്കൾ വന്നില്ല. അവരെന്താ ചെയ്യുന്നത്? മോള് വലിയാള് ജോലിയുണ്ട്, ഇളയാള് ജോലിക്ക് ശ്രമിക്കുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട്, മൂത്തയാള് ബിടെക് കഴിഞ്ഞിട്ട് ജോലിയുണ്ട്. കുടുംബം സന്തോഷമായിട്ടിരിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം. എവിടെ താമസം? ഞാൻ മണ്ണന്തല, കേരള ആദിത്യപുരം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങളോട് പങ്കുവച്ചതിൽ വളരെ സന്തോഷം. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കോട്ടയത്ത് നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. പൊങ്കാലയുടെ ആവശ്യത്തിന് എല്ലാവരും 5-6 അമ്മമാരെയൊക്കെ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏറ്റുമാനൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഏറ്റുമാനൂർ കാണക്കാരി വില്ലേജിലാണ് താമസം. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇന്ന് കരിക്കകത്ത് അമ്മയുടെ പൊങ്കാല ഇടുന്നു. ഇവിടുത്തെ മാനേജറൊക്കെ ആയിട്ട് നല്ല അടുപ്പുണ്ടായിരുന്നു. എല്ലാവരും നല്ല സഹകരണമാണ് തന്നത്. പൊങ്കാല എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഭൂമിയാകുന്ന ഭൂമിയിൽ നമ്മൾ പാത്രം വെച്ച് അടുപ്പ് പൂട്ടി പാത്രം വെച്ച് പാത്രത്തിൽ ജലം, ഇപ്പോൾ ഭൂമി ജലമായി, അഗ്നി കൊളുത്തുമ്പോൾ അഗ്നിയായി, ഭൂമി ജലം അഗ്നി എടുത്ത് പൊങ്കാല തിളയ്ക്കുമ്പോൾ വായുവിലേക്ക് പൊന്തുന്നു, വായുവിൽ നിന്ന് ആകാശത്തിലേക്ക് എത്തുന്നു. അപ്പം അങ്ങനെ പഞ്ചഭൂതങ്ങളാൽ ആണ് ഇന്നിവിടെ പൊങ്കാല അർപ്പിക്കപ്പെടുന്നത്. അതേമാതിരി തന്നെ നമ്മൾ മരിക്കുമ്പോഴും നമ്മുടെ ശരീരവും ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം 6 പടികളാണ്. അതിൽ 5 പടിയാണിത്.
പ്രാണൻ നഷ്ടപ്പെട്ട് ആത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുന്ന മരണം എന്ന് പറയുന്ന പ്രക്രിയ, അതാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. ഇന്ന് ഇവിടെ വരാനും ഈ ദേവിയുടെ സന്നിധിയിൽ എത്തപ്പെടാനും ഒരു നിയോഗമുണ്ടായിരുന്നു, ഒരു നിയുക്തമുണ്ടായിരുന്നു. അത് വളരെ സന്തോഷകരമായിരിക്കുന്നു. സർവേശ്വര ശരണം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, വയസ്സായ അമ്മമാരേനെ റോഡിലൊന്നും ഉപേക്ഷിക്കാതെ കണ്ട് നിങ്ങളെ എങ്ങനെ നോക്കി വളർത്തി എടുത്തുവോ അതേമാതിരി നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങൾ സംരക്ഷിക്കണമെന്നുള്ള ഒരു കൊച്ചു അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ അമ്മയെ കണ്ട് തൊഴാനായിട്ട് വന്നതാണ് ചേച്ചി. എൻ്റെ കൂടെയുള്ളവരൊക്കെ നേരത്തെ വന്ന് പൊങ്കാലയിടാൻ. ഞാൻ ഈ വർഷം പൊങ്കാലയിടാനില്ലെന്ന് പറഞ്ഞ് അമ്മയെ കണ്ട് തൊഴണമെന്ന് ആഗ്രഹം കൊണ്ട് വന്നതാണ്. അമ്മയെ നല്ലപോലെ കണ്ട് തൊഴുത്. എന്നെ കണ്ടിട്ടുണ്ടോ? എല്ലാ ദിവസവും കാണും ഞാൻ. എങ്ങനെ കാണും? ടി വിയിൽ കാണും, വാർത്ത പറയുന്നത് കേൾക്കും.